സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തരത്തിൽ അപാകതയുണ്ടായതുകൊണ്ട് പ്രതീക്ഷിച്ച അത്ര വിജയം നേടാനാകില്ല എന്നാണ് കെ മുരളീധരൻ എം.എൽ.എ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി കെ.ജി. ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വലിയ തരത്തിലുള്ള ആശങ്കയാണോ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്? കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുണ്ടായി, പ്രതീക്ഷിച്ചത്ര വിജയം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന്. അരുൺ, സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത മൂലം UDF പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിമാരെ നിർണയിച്ചതിൽ അപാകത ഉണ്ടായിട്ടുണ്ട്. വാർഡ് കമ്മിറ്റികൾ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ പല സ്ഥലങ്ങളിലും അവസാനം തീരുമാനിക്കപ്പെട്ടത്. ഇത് ജനകീയരല്ലാത്ത സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിലൂടെ വലിയ തിരിച്ചടി പല സ്ഥലങ്ങളിലും ഉണ്ടാകും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ തവണ ഉണ്ടായത്ര ഒരു വിജയം ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. എന്നാൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ KM മാണി രാജിവെക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിലവിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് ഉള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. KM മാണിയുടെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KPCC നേതൃയോഗം 11-12 തീയതികളിൽ ചേരുന്നുണ്ട്. ഈ കാര്യം അന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും കെ മുരളീധരൻ അറിയിച്ചു. കെ.ജി. ദിനകറാണ് വിവരങ്ങൾ നൽകിയത്.